ഈശ്വര ഈശ്വര എന്ന് സദാ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ധർമ്മമനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ഈശ്വരകൃപ ലഭിക്കുന്നത്. ഇതിനർത്ഥം ഈശ്വരനെ സ്തുതിക്കണ്ട എന്നല്ല. ഈശ്വരനെ വിളിക്കുന്നത് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടായാലേ ഫലമുള്ളൂ. അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഫലമായി നമ്മളിൽ ഉണ്ടാകുന്ന നല്ല സംസ്കാരത്തെ നമ്മുടെ തെറ്റായ കർമ്മങ്ങൾ നശിപ്പിക്കും. ഒരു വശത്ത് പഞ്ചസാര സൃഷ്ടിച്ച് മറുവശത്ത് ഉറുമ്പുകളെയും സൃഷ്ടിക്കുന്നത് പോലെയാണിത്. പഞ്ചസാര മുഴുവൻ ഉറുമ്പുകൾ തിന്നു തീർക്കും. സ്തുതിയുടെയും പ്രാർത്ഥനയുടെയും ലക്ഷ്യം 4 കൈയും കിരീടവുമായി ആകാശത്തിനപ്പുറം സ്വർഗത്തിലിരിക്കുന്ന ഏതെങ്കിലും ഈശ്വരനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതല്ല. എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലും വസിക്കുന്നു. ആ അവബോധത്തിലേക്ക് നമ്മെ ഉണർത്തുവാനുള്ള ഒരു ഉപാധിയാണ് സ്തുതിയും പ്രാർത്ഥനയും. സ്തോത്രങ്ങളെല്ലാം തന്നെ ഈശ്വര സ്വരൂപത്തെയും മാഹാത്മ്യത്തെയും വർണ്ണിക്കുന്നവയാണ്. സ്നേഹം, കാരുണ്യം, ക്ഷമ തുടങ്ങിയ സദ്ഗുണങ്ങളുടെ മൂർത്തിയാണ് ഈശ്വരൻ. സ്തോത്രങ്ങൾ അർത്ഥമറിഞ്ഞു ചൊല്ലുമ്പോൾ അവിടുത്തെ സ്നേഹവും ക്ഷമയും കാരുണ്യവും നമ്മളിലും ഉണരും. ഭഗവാനെ സ്തുതിക്കുന്നതിലൂടെ നമ്മളും വിശാലതയിലേക്ക് ഉയരുകയാണ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി അമ്മയുടെ വാക്കുകൾ.